നമസ്തേ. ഇന്നൊരു സബ്സ്ക്രൈബർ പറഞ്ഞതുപോലെ ശബ്ദരൂപങ്ങളെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ്. ഈ ശബ്ദരൂപങ്ങൾക്ക് 4 നിയമങ്ങളുണ്ട്. അന്ത, ലിംഗ, വചന, വിഭക്തയ. അന്തം എന്താണ് എന്നറിയണം, അതുപോലെ ലിംഗ, വചന, വിഭക്തികൾ എന്താണ് എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അന്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രാതിപദികത്തിൻ്റെ അവസാനത്തെ വർണ്ണം ആ പദത്തിൻ്റെ അന്തമായിരിക്കും. പ്രാതിപദികം എന്ന് പറഞ്ഞാൽ ഒരു പദം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പദം ആവണമെങ്കിൽ അതിനു മുന്നേ അത് പ്രാതിപദികമായിരുന്നു. ഓക്കെ, പ്രാതിപദികത്തിൽ നിന്നാണ് പദം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ പ്രാതിപദികത്തിന്റെ അന്തം കണ്ടിട്ട് വേണം ആ പദത്തിന്റെ അന്തം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ. പിന്നെ ലിംഗം 3 വിധത്തിലുണ്ട്. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ. വചനം ഏകവചനം, ദ്വിവചനം, ബഹുവചനം. വിഭക്തയ സപ്തസന്ധി, പ്രഥമ, ദ്വിതീയ, തൃതീയ ഇത്യാദി. അപ്പോൾ വിഭക്തി അർത്ഥങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ വിഭക്തിയുടെ അർത്ഥങ്ങൾ മനസ്സിലായാൽ മാത്രമേ ആ അർത്ഥങ്ങൾ എവിടെ പ്രയോഗിക്കണം, ശബ്ദരൂപങ്ങളിൽ പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഒരു ശബ്ദരൂപം കണ്ടു കഴിഞ്ഞാൽ ആ ശബ്ദരൂപത്തിൻ്റെ അന്തം അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് അകാരാന്ത പുല്ലിംഗ ബാലശബ്ദ, ആകാരാന്ത സ്ത്രീലിംഗ സീതാശബ്ദ, ഇകാരാന്ത സ്ത്രീലിംഗ മത്തിശബ്ദ എന്നിങ്ങനെ ഓരോ അന്തങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ശബ്ദരൂപങ്ങൾ ഉണ്ട്. അപ്പോൾ ഓരോ അന്തത്തിൻ്റെയും ശബ്ദരൂപങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു കേട്ടിട്ട് പരീക്ഷയിൽ ഈ സ്വരാന്തങ്ങളുടെ അധികം ചോദിക്കാറില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൂടി ഋകാരാന്തത്തിൻ്റെ അല്ലെങ്കിൽ ഓകാരാന്തത്തിൻ്റെ ഒക്കെ തന്നെ ചോദിക്കുള്ളൂ. പിന്നെ വ്യഞ്ജനാന്തങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജകാരാന്തമോ അതുപോലെ നകാരാന്തമോ എന്നിവയൊക്കെയാണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശബ്ദരൂപങ്ങൾ അറിയണമെങ്കിൽ ഓരോ അന്തത്തിൻ്റെയും 7 വിഭക്തിയിലുള്ള ശബ്ദരൂപങ്ങൾ അഭ്യസിക്കേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിൻ്റെ എല്ലാം ഓരോ അന്തങ്ങളുടെയും ശബ്ദരൂപങ്ങൾ ആവശ്യമെങ്കിൽ ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം ഈ ഇത്രയും ശബ്ദരൂപങ്ങളൊന്നും ഈ ഒരു കാറ്ററ്റ് എക്സാമിന് പഠിക്കേണ്ടതായിട്ട് ഇല്ല. കാരണം പഠിക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിക്കാൻ പറ്റുന്നതല്ല. കാലക്രമേണ ഉപയോഗിച്ച് വരേണ്ടതാണ്. നമുക്കൊന്ന് നോക്കാം ഏതെല്ലാം അന്തങ്ങളാണ് എന്ന്. അകാരാന്തമുണ്ട്, ആകാരാന്തമുണ്ട്, അതുപോലെ ഇകാരാന്തം, ഈകാരാന്തം, ഉകാരാന്തം, ഊകാരാന്തം, ഋകാരാന്തം, ഓകാരാന്തം, ഔകാരാന്തം, ചകാരാന്തം, ജകാരാന്തം, തകാരാന്തം, ദകാരാന്തം, നകാരാന്തം, ധകാരാന്തം, സകാരാന്തം, ഹകാരാന്തം, ഷകാരാന്തം, രേഫാന്തം. കണ്ടില്ലേ, ഇത്രയും അന്തങ്ങളുടെ ശബ്ദരൂപങ്ങൾ നമുക്കുണ്ട്. ഇത്രയും അന്തങ്ങളുടെ കേവലം എന്താ പറയുക, പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും അടക്കം നമുക്ക് ഉണ്ടാകും. അപ്പം നമുക്ക് വരുന്ന ശബ്ദരൂപങ്ങൾ ഏത് ലിംഗമാണ് എന്നെല്ലാം ആ പദം കണ്ടാൽ നമുക്ക് തിരിച്ചറിയണം. ഇതെല്ലാം എന്താ പറയുക, കുറേ കാലത്ത് ഇതിൻ്റെ പിന്നാലെ നടന്നാൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇത്രയും അന്തങ്ങളുടെ ശബ്ദരൂപങ്ങൾ എന്താ പറയുക വേണമെങ്കിൽ ഞാൻ എന്താ പറയുക വരുന്ന ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇത്രയും അന്തങ്ങളുടെ ശബ്ദരൂപങ്ങൾ നമുക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുക, ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ.